ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബ്രെഡ് ബോർഡിലത്തെ ഹോളിൽ എങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, ഒരു ബ്രെഡ് ബോർഡ് എങ്ങനെ കണക്ട് ചെയ്താലാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഞാൻ ഇവിടെ 2 ബ്രെഡ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ ലൈനൊക്കെ വരച്ചിട്ടുള്ള ടൈപ്പ്, നമ്പേഴ്സൊക്കെ അതുപോലെ ABCD എന്നൊക്കെ എഴുതിയിട്ടുള്ള ടൈപ്പ് ഒരു ബ്രെഡ് ബോർഡും, വേറൊന്നും പ്രത്യേകിച്ച് എഴുതാത്ത ടൈപ്പ്. രണ്ടിൻ്റെയും പ്രത്യേകം കണക്ഷൻസൊക്കെ സെയിം തന്നെയാണ്, ഹോളുകളുടെയും കണക്ഷൻ സെയിം ആണ്. അവൻ്റെ സൈസിൽ വലിപ്പത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ ബ്രെഡ് ബോർഡുകൾക്ക് തമ്മിലുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്? ആദ്യം നമ്മളിപ്പോൾ ഈ ബ്രെഡ് ബോർഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ബ്ലൂ ലൈൻ കാണാം, അതിൻ്റെ അടിയിൽ തന്നെ ഒരു റെഡ് ലൈൻ ഉണ്ടായിരിക്കും. ആ ബ്ലൂ ലൈനിൽ മൈനസ് എന്നും റെഡ് ലൈനിൽ പോസിറ്റീവ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 സെക്ഷനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള വയേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കണക്ഷൻസ്, ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കണക്ഷൻസ് കണക്ട് ചെയ്യാനുള്ള ഹോളുകളാണ്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം കാണുന്ന ഈ ഹോളിലാണ് നമ്മളിപ്പോൾ ഒരു ഐറ്റം കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഈ ബ്ലൂ ലൈൻ എൻഡ് ചെയ്യുന്ന ഇവിടം വരെ ബ്ലൂ ലൈൻ എൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് അതിൻ്റെ കണക്ഷൻ ഉണ്ടായിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് ഈ 5 ഹോള്, പിന്നത്തെ 5 അവിടം വരെ നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ പോസിറ്റീവായിട്ടുള്ള സർക്യൂട്ടിൽ പോസിറ്റീവായിട്ടുള്ള കുറേ സെക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു വയർ എടുത്ത് നമ്മൾ പോസിറ്റീവിൻ്റെ ആദ്യത്തെ ഹോളിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ എവിടം വരെ ഉണ്ടാവും, നമ്മുടെ ഈ റെഡ് എൻഡ് ചെയ്യുന്ന അവിടെയും വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. നെഗറ്റീവിലാണ് കണക്ട് ചെയ്യുന്നത്, നെഗറ്റീവിൻ്റെ ഈ ബ്ലൂ ലൈൻ കാണുന്ന ആ എൻഡ് വരെയും സ്ട്രെയിറ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ അടിയിലും ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള വയേഴ്സൊക്കെ നമുക്ക് ഈ 8 കണക്ട് ചെയ്യാം. ഇവിടം വരെ അവർ ഷോർട്ടായിരിക്കും. അതുപോലെ നെഗറ്റീവായിട്ടുള്ളത് ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് കണക്ഷൻ. അവിടെയും വരെ നമുക്ക് ഈ ഒരു ഹോളിൽ കണക്ട് ചെയ്ത് ഇവിടെയും വരെയും ഷോർട്ടായിട്ടുണ്ടാവും, കണക്ഷൻ ഉണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ 2 സെക്ഷനിലും കണക്ഷൻ വേറെ ടൈപ്പിലാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം നമുക്ക് ABCDE എന്നുള്ളത്. അതായത് പിന്നെ FGH എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു സെക്ഷൻ 0 എന്ന് പറയുന്നു. അങ്ങനെ ഈ എത്ര ഹോളുണ്ട്, 1 2 3 4 5, അതുകൊണ്ട് പിന്നെ അടുത്തത് 5 10, അങ്ങനെ 5 ഹോൾ വെച്ചിട്ടാണ് ഇവർ ജസ്റ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈറ്റ് എടുത്തപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഹോളിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ വരിക വെർട്ടിക്കലായിട്ട് അടിയിലേക്കാണ് കണക്ഷൻ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണക്ഷനായിരുന്നു. ഇവിടെ 5 ഹോളിലാണ് കണക്ഷൻ കണ്ടിന്യൂസ് ഉണ്ടാവുക. 1 2 3 4 5 എന്നുള്ള 5 ഹോളിലാണ് കണക്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു റെസിസ്റ്റർ ഈ റെസിസ്റ്റർ എടുത്തപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഹോളിൻ്റെ ഈ ആദ്യത്തെ ഇതിൽ കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അതിൻ്റെ മറ്റേ എൻ്റെ വേറൊരു പോയിൻറ്റിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആദ്യം കണക്ട് ചെയ്തിട്ടുള്ള ഈ സെക്ഷൻ്റെ അടിയിലുള്ള ബാക്കിയുള്ള 4 ഹോളിലും ഈ എൻഡിൻ്റെ ഷോർട്ടായിരിക്കും, കണക്ഷൻ ഉണ്ടായിരിക്കും. ഈ എൻഡ് ഈ 5 ഹോളിലും ഷോർട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ എൻഡ് വേറൊരു ഇതിലാണ്. അപ്പോൾ ആ 5 ഹോളിലും ഈ കണക്ഷൻ നമുക്ക് കിട്ടും. അത് നമുക്ക് ഈ ബ്രെഡ് ബോർഡിൻ്റെ ബാക്ക് കവർ മാറ്റിയാൽ അവിടെ മെറ്റൽ സ്ട്രിപ്പ് കണക്ട് ചെയ്തത് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം അതേ പ്രകാരം തന്നെയാണ് തൊട്ടടുത്തുള്ള ഈ സെക്ഷനിലും കണക്ഷൻ വരുന്നത്. അടിയിലേക്കുള്ള 5 ഹോളിലേക്കാണ്. പിന്നെ അടുത്ത കണക്ഷൻ അടുത്ത അടിയിലേക്കുള്ള 5 ഹോളിലേക്ക്, അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും മുകളിൽ പറഞ്ഞാൽ ബ്ലൂവും റെഡും വരച്ചിരിക്കുന്ന ഈ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ കട്ടിങ് വരെയാണ് കണക്ഷൻ. ഇവിടെയാണെങ്കിൽ തൊട്ടടിയിലുള്ള 5 ഹോളിലായിരിക്കും കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കമ്പോണൻസും കണക്ട് ചെയ്യാം. അപ്പോൾ മറ്റേ ബ്രെഡ് ബോർഡിലും ഇതുപോലെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ വരച്ചിട്ടില്ല എന്നുള്ളൂ. ബാക്കി കണക്ഷൻസൊക്കെ ഇതുപോലെ തന്നെ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കവറിങ് മാറ്റിയിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം കാണാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളിതിൻ്റെ കവറിങ് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ കവറിങ് മാറ്റുമ്പോൾ നമുക്ക് കാണാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും മെറ്റൽ സ്ട്രിപ്പ് ഈ ഒരു കട്ടിങ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്ന ഈ കട്ടിങ് വരെ നമുക്ക് മെറ്റൽ സ്ട്രിപ്പ് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഐറ്റം കണക്ട് ചെയ്താൽ ഇവിടം വരെ നമുക്ക് അതിൻ്റെ കോൺടാക്റ്റ് കിട്ടും. അതുപോലെ തൊട്ടടിയിലും ആ 2 സെക്ഷനിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ മറ്റേ അടുത്ത 2 സെക്ഷനിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെർട്ടിക്കലായിട്ട് അടിയിലേക്കായിട്ടാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു മെറ്റൽ സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ഹോൾ മാത്രമേ കോൺടാക്റ്റ് കിട്ടുന്നുള്ളൂ. അത്രയും വരെയാണ് മെറ്റൽ സ്ട്രിപ്പ് കോൺടാക്റ്റ് വരുന്നത്. അങ്ങനെയുള്ള ഈ കണക്ഷൻ കണ്ടാൽ നമുക്ക് അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ബ്രെഡ് ബോർഡിൽ വന്നതെന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അടിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ കട്ടിങ് വരെ കണക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ്. ഇപ്പോൾ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വീഡിയോ എത്ര നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു.